യൂറോകപ്പ് ഫുട്ബോളിൽ ആദ്യപാദ ക്വാർട്ടറിനിറങ്ങുന്ന ജർമ്മനിക്ക് സ്പെയിനുമായി ചില പഴയ കണക്കുകൾ കൂടി തീർക്കേണ്ടതുണ്ട്. വേറൊന്നുമല്ല, 2008 ഫൈനലിലേറ്റ പരാജയത്തിന് ഒരു മധുര പ്രതികാരം. 2008 യൂറോകപ്പ് ഫൈനൽ ജർമ്മനിയും സ്പെയിനും തമ്മിലുള്ള കടുത്ത പോരാട്ടം. അന്ന് ടിക്കി ടാക്കയുമായി വന്ന് സ്പാനിഷ് ടീം ജർമ്മനിയെ കീഴടക്കി 2008 യൂറോ ചാമ്പ്യന്മാരായി. ജർമ്മൻ പടയ്ക്ക് അന്ന് ടിക്കി ടാക്കയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു അന്ന് സ്പാനിഷ് പട ജർമ്മനിയെ അട്ടിമറിച്ചത്. അന്ന് ഫൈനലിൽ കൈവിട്ട് കളഞ്ഞ ആ കിരീടം ഇന്ന് സ്വന്തം മണ്ണിൽ സ്പാനിഷ് പടയെ ക്വാർട്ടറിൽ തോൽപ്പിച്ച് ആദ്യ 4-ലെത്തുക എന്നതാണ് ജർമ്മൻ ലക്ഷ്യം. 2012 ശേഷം ലൂയിസ് ഫോയുന്തയുടെ കീഴിൽ കിരീടം നേടുക എന്നതാണ് സ്പെയിനിന്റെ ലക്ഷ്യം. യുവ കളിക്കാരെയും സീനിയർ താരങ്ങളെയും മിശ്രിതമായി സ്ക്വാഡിലിറക്കുന്നതാണ് സ്പെയിനിന്റെ കരുത്ത്. ജോർജിയെ തകർത്തുകൊണ്ടാണ് സ്പെയിൻ ക്വാർട്ടർ മത്സരത്തിനിറങ്ങുന്നത്. റോഡ്രി, ഫാബിയാൻ റൂയിസ്, നിക്കോ വില്യംസ്, ഡാനി ഓൾമോ എന്നിവർ കളം നിറഞ്ഞു കളിച്ചപ്പോൾ സ്പെയിൻ ജോർജിയെ ആധികാരികമായിട്ടാണ് തകർത്തത്. ടൂർണമെന്റിൽ പ്രതീക്ഷയ്ക്കൊത്തുയർന്ന ജർമ്മനിക്ക് ആതിഥേയ രാഷ്ട്രമെന്ന നിലയിൽ ട്രോഫി നേടുന്നതിന് 3 വിജയങ്ങൾ മാത്രം അകലെയാണ്. ജമാൽ മ്യൂസിയാല, കായ് ഹാവേർട്സ്, ഫ്ലോറിയാൻ വിറ്റ്സ് എന്നിവർ മികച്ച ഫോമിലാണ്. ജർമ്മനി അവരുടെ നാട്ടിൽ കളിക്കുന്നതിന്റെ എല്ലാ നേട്ടങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഡെൻമാർക്കിനെ പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് ജർമ്മനി സ്പെയിനെ നേരിടാൻ ഇറങ്ങുന്നത്. സ്പോർട്സ് ഡെസ്ക്, ജനം.